ഹായ്, ഞാനിപ്പോൾ ബാങ്കോക്കിലാണ്. ഇപ്പോൾ രാവിലെ എത്തി. ഞാനിപ്പോൾ സിയാം മ്യൂസിയം കാണാൻ പോവാണ്. സിയാം മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ 1926 ഇത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് 1922 തുടങ്ങിയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 1972 ഇത് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ടിന് കൈമാറി. പിന്നെ അഗെയിൻ ഇറ്റ് കംസ് ബാക്ക് ടു മിനിസ്ട്രി ഓഫ് കൊമേഴ്സ്. ഇത് ഉദ്ഘാടനം ചെയ്തത് ഇവിടുത്തെ ഒരു രാജ്ഞിയാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ തായ്ലൻഡ് കൾച്ചർ, അവരുടെ ഹിസ്റ്ററി ഇതെല്ലാം എക്സിബിറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിയമാണ് സിയാം മ്യൂസിയം. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ നമ്മളേത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചറും ഹിസ്റ്ററിയൊക്കെ പഠിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഒരു കൾച്ചറും ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സിയാം മ്യൂസിയം പോകുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ ഏകദേശം നമ്മൾ പോകുന്നത് ഒരാൾക്ക് ടിക്കറ്റ് 100 ബാത്താന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് സിയാം മ്യൂസിയം പോയി കാണാം. ഇതിപ്പോൾ ഗ്രാൻഡ് പാലസിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. തായ്ലൻഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പോകുന്ന വഴിക്ക് ഇത് പിങ്ക്ലോ എന്നൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം സ്കൈ സ്ക്രാപ്പേഴ്സാണ് ചുറ്റും നമുക്ക് കാണാമല്ലോ. തായ്ലൻഡിൻ്റെ ഹാർട്ട് ഓഫ് ദ ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഏരിയക്ക് ഗ്രാൻഡ് പാലസിൻ്റെ ചുറ്റുമുള്ള സ്ഥലമാണ്. ഇപ്പോൾ ആ പിങ്ക്ലോ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറി അടിയിലെ ഇവിടുത്തെ ഒരു പുഴയാണ്. ഇത് അത്യാവശ്യം വലുതായിട്ടുള്ള ഒരു ബ്രിഡ്ജാണിത്. നല്ല വെയിലാണ്, ഉച്ചയ്ക്കാണ്. ഇവിടെ ടെമ്പറേച്ചർ അറൗണ്ട് 36-37 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഗ്രാൻഡ് പാലസിൻ്റെ അടുത്തേക്ക് എത്തി. ഇപ്പം നമുക്ക് തന്നെ ബിൽഡിംഗ് ആർക്കിടെക്ചർ കാണാം. പല രീതിയിൽ നമ്മുടെ സാധാരണ യൂഷ്വൽ ആർക്കിടെക്ചറിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. ഇവരുടെ ഏതാണ്ട് ഒരു ചൈനീസ് ആർക്കിടെക്ചർ സ്റ്റൈലിലേക്ക് തന്നെയാണ് വരുന്നത്. ഏതാണ്ട് അതിലൊക്കെ തോന്നും. ചൈനയും തായ്ലൻഡിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിൽ കുറേയൊക്കെ സാമ്യതയൊക്കെ നമുക്ക് കണ്ടാൽ സിമിലാരിറ്റി തോന്നും. ഗ്രാൻഡ് പാലസ് പ്രിമിസസ് ആണ് ഈ കാണുന്നതെല്ലാം. അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റ് സിറ്റിയാണ് ശരിക്കും ഈ ഏരിയ എല്ലാം. അതിപ്പോൾ നമ്മൾ ബാങ്കോക്ക് ഏതാണ്ട് അറൗണ്ട് എവിടെ ചെന്നാലും ക്ലീൻ ആൻഡ് നീറ്റ് സിറ്റിയാണ്. ബിക്കോസ് ഇവിടെ ഇപ്പോൾ ടൂറിസം റവന്യൂ വളരെ കൂടുതലുള്ള ഏരിയ ആണല്ലോ. ബാങ്കോക്ക് എന്ന് വെച്ചാൽ ഇവരുടെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് വരുന്ന ഏരിയയാണ്. ഇപ്പോൾ GDP-യിൽ ശരിക്കും ഇവർ 86th ആണ് റാങ്ക് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇന്ത്യയുടെ റാങ്ക് 6th ആണ് GDP റേറ്റ് നോക്കുകയാണെങ്കിലും. പിന്നെ ദ ബിഗ്ഗസ്റ്റ് എക്കണോമി വെച്ച് നോക്കുകയാണെങ്കിൽ ബിഗ്ഗസ്റ്റ് എക്കണോമി ഇന്ത്യ 7th ആണ് റാങ്ക് ചെയ്യുന്നത്. തായ്ലൻഡ് ആണെങ്കിൽ 26th ആണ് റാങ്ക് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ബാത്ത് അവരുടെ വളരെയധികം വാല്യൂ ഉണ്ട്. നമ്മുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 3 അത്രയും വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ നോക്കുക. ഇപ്പോൾ ഗ്രാൻഡ് പാലസൊക്കെ ഇതിൻ്റെ ആ ഒരു ഏരിയയാണ് നമ്മൾ കാണുന്നതല്ല. ഇവിടെ എമറാൾഡ് ബുദ്ധ ഷ്രൈൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പിന്നെ സിറ്റി പില്ലർ എന്ന് പറഞ്ഞ വേറൊരു ഏരിയ കൂടെ ഉണ്ട്. പിന്നെ ഇവരുടെ ഗ്രാൻഡ് സെറിമോണിയൽ പരേഡ് ഗ്രൗണ്ട് ഇവിടെ തന്നെയാണ്. ഈ ഒരു ഗ്രാൻഡ് പാലസിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതിൻ്റെ ബിൽഡിങ്സ് നല്ല രസമുണ്ട്. കാരണം ഫുൾ ഗോൾഡൻ ആയിട്ടാണ്. ഗ്രാൻഡ് പാലസ് ശരിക്കും നടന്ന് കണ്ടതാണ്. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പേരൻസ് വന്നപ്പോൾ ഞങ്ങൾ നേരത്തെ കണ്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് ഞാൻ ഗ്രാൻഡ് പാലസിനുള്ളിലേക്കൊന്നും കയറിയില്ല. പക്ഷേ ഈ സ്ഥലത്ത് കൂടെ പോയപ്പോൾ 2 ടണൽ ഇവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് കൊല്ലം മുമ്പ് 2 ടണൽ എയർ കണ്ടീഷൻ ടണൽ 2 ചെയ്തിട്ടുണ്ട്. ഇതാണ് സിറ്റി പില്ലർ ഷ്രൈൻ എന്ന് തോന്നുന്നു. അധികം ടെമ്പിൾസാണ്. ബുദ്ധിസ്റ്റാണ് ഈ രാജ്യം. ശരിക്കും അധികം പേരും ബുദ്ധിസ്റ്റാണ്. മേജർ ചങ്ക് ഓഫ് ദ പോപ്പുലേഷൻ ബുദ്ധിസ്റ്റാണ് ശരിക്കും. ബാക്കി കുറച്ച് ക്രിസ്ത്യൻസും ഹിന്ദുസൊക്കെ ഉണ്ട്. നമ്മുടെ ഹിന്ദു ദൈവങ്ങളൊക്കെ ഇവരെ ആരാധിക്കുന്നുണ്ട്. ശിവനെയും പരമശിവനെ, നമ്മുടെ വിഷ്ണുവിനെയൊക്കെ ഇവിടെ, ബ്രഹ്മാവിനൊക്കെ ഇവിടെ കാണാം. നമുക്ക് എവിടെ പോയാലും കാണാൻ പറ്റും. അവരുടെ പ്രതിമയൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യൻസ് ഇവിടെ അത്യാവശ്യം ഉണ്ട്. ഇത് ഒരു പഴയ ബിൽഡിങ്ങാണ്. ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ അവിടുത്തെ തായ് പോലീസ് നമ്മളെ സഹായിച്ചു. ഇപ്പോൾ ഒറ്റ പ്രശ്നമുള്ളൂ, നല്ല വെയിലാണ്. നല്ല വെയിൽ. അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നല്ല വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ടുക്കൊക്കെ നമുക്കിപ്പോൾ കാണാൻ പോണ വഴിക്ക് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ പോലെ തന്നെ ഒരു സംഭവമാണ് ഇതെല്ലാം. ഇവരുടെ സ്പീഡ് ഭയങ്കര സ്പീഡാണ്. ടുക്ക് നമ്മുടെ ഓട്ടോറിക്ഷ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ പോകുമാർ. പിന്നെ റോഡൊക്കെ നല്ല റോഡാണ്, കട്ടറൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ ടണലിലേക്കാണ് ഞാൻ പോണത്. ഗ്രാൻഡ് പാലസിൻ്റെ അടുത്തുള്ള ഒരു ടണലിലേക്കാണ് പോകുന്നത്. അതിന് പ്രത്യേകിച്ച് പേരുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. നഫ്ര ലാൻ ടണൽ എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് പേര്. അതിൻ്റെ ഗേറ്റ് 1 ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി ഇവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കണ്ടറിയാം. കാരണം ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ഇലകളൊക്കെ വീണ്ടതാണ്. പക്ഷേ ഒറ്റ ഇല പോലും അടി കാണുന്നില്ല. അതിൻ്റെ അർത്ഥം അവർ എന്നും മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്. പിന്നെ മെഡോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. ഇവർ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഇത് കിങ് ആൻഡ് ക്യൂൻ താമസിക്കുന്ന ഏരിയയുടെ അടുത്തായിട്ട് വരും. ഗ്രാൻഡ് പാലസ് ആണല്ലോ. അപ്പോൾ ഇവിടെ എന്തായാലും ഹിസ്റ്റോറിക് മോണുമെൻ്റ് കൂടിയാണ്. നന്നായിട്ടൊരു സംരക്ഷിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ആ അണ്ടർഗ്രൗണ്ട് ടണലിലേക്ക് ഇറങ്ങുന്ന വഴി. കയറി വരുന്നത് ഈ വഴിക്കൂടെ തന്നെ. ഞാൻ പറഞ്ഞ പോലെ ഇത് നഫ്ര ലാൻ ടണൽ ഗേറ്റ് 1. ഇതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ടണലാണ്.
അറൗണ്ട് 90 മീറ്റേഴ്സും കണ്ട ഒരു ടണൽ, 2 ടണലുണ്ട്. 2 ഏതാണ്ട് അതേ സ്ഥലം തന്നെയാണ്. ഏതാണ്ട് ഒരു 6 തൊട്ട് 9 മീറ്റർ വരെ ഗ്രൗണ്ടിലിൻ്റെ അടിയിലേക്കായിരിക്കും ഈ ഒരു ടണൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് കുറച്ച് റീസെൻ്റായിട്ടാണ് അവർ ചെയ്തത്. അകത്തേക്ക് കയറി ചെന്നാൽ അതിവിശാലമായ ഷോറൂം എന്ന് പറയുന്ന പോലെ തന്നെ അതിവിശാലമായ ഏരിയ തന്നെയാണ്. എല്ലാം പില്ലറിൽ തന്നെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ റോഡ് പോകുന്നുണ്ട്, നമുക്ക് അവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവില്ല. എന്നുവെച്ചാൽ മുകളിലത്തെ സംഭവം ഒന്നും നമുക്ക് അടിയിൽ അറിയില്ല, സൗണ്ട് കേൾക്കില്ല, ഒന്നുമില്ല. പിന്നെ ആ ഒരു ഏരിയ നന്നാക്കാൻ വേണ്ടി അവർ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, കുറച്ച് ആർട്ട് വർക്ക്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആ രാഷ്ട്രത്തിൻ്റെയും ആ രാഷ്ട്രത്തിലെ ജനങ്ങളുടെയും ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ പൈതൃകം നിലനിർത്താനുള്ള ശ്രമമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. എൻ്റെ ബാക്കി കാണുന്നത് ഈ ഒരു സിറ്റിയുടെ പഴയ ഇപ്പോഴത്തെ മാപ്പാണിത്. പക്ഷേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ പഴയ മാപ്പുകളുണ്ട്. അപ്പോൾ ഈ സിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്തു, ഈ ഒരു ഏരിയ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുള്ള എല്ലാം ഇവിടെ ഡെപ്പിക്ഷനിൽ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലും വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ശരിക്കും പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ മിസ്സിംഗ് ആണ്. നമ്മൾ പുറത്തെത്തുമ്പോഴായിരിക്കും ഇതൊക്കെ മനസ്സിലാക്കുക. ഒരു ചെറിയ സിറ്റിംഗ് ഏരിയ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, റൗണ്ടായിട്ട് കർവായിട്ട്. ഇനി കുറച്ച് ലൈറ്റ്സ് കാണാം. ഇവിടുത്തെ ലൈറ്റിംഗ് സിസ്റ്റം ഇങ്ങനെയാണ് അതിൻ്റെ മുകളിൽ. ഇവിടെ 2 ടണലുണ്ട്, 2 അണ്ടർഗ്രൗണ്ട് ടണലാണ്, 2 AC എയർ കണ്ടീഷൻ ടണലാണ്. ഇത് 2020 പണി തുടങ്ങിയ ടണലാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഗ്രാൻഡ് പാലസിൻ്റെ അടുത്ത് ഉള്ള സ്ഥലത്തിലേക്ക് റോഡ് ക്രോസ് ചെയ്യാണ്ട് തന്നെ അടിയിലേക്ക് അടിയിൽ പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു 30,000 പേര് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ് പറയുന്നത്. അത്ര പെർസൻസ് ഇതിൻ്റെ ഉള്ളിൽ പോവും. ഇതൊരു 6.5 മീറ്റർ, ഒരു ടണൽ 6.5 മീറ്റർ അടിയിലേക്കും വേറെ ടണൽ 4 മീറ്റർ അടിയിലാണ്. അറൗണ്ട് 90 മീറ്റേഴ്സ് ഉണ്ട് രണ്ടിലും, ഏകദേശം 90 മീറ്റേഴ്സ് ഉണ്ട് ലെങ്ത്ത്. അപ്പോൾ അവരുടെ ടണൽ പോലെ എയർ കണ്ടീഷൻ ചെയ്തിട്ട് സൈഡിൽ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ട് കുറച്ച് ഹിസ്റ്ററി ആയിട്ടുള്ള കണക്ഷനും എല്ലാം കൊടുത്തിട്ട് ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഗാർഡ്സ് ഉണ്ട് നോക്കാൻ. സോ ഇപ്പോൾ വെയിൽ കൊണ്ട് നടക്കേണ്ട AC കൂടെ തന്നെ പോവാം. ഇത് നമ്മുടെ തായ്ലൻഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാളൊക്കെ കുറച്ച് സാമ്പത്തികം താഴ്ന്ന രാജ്യമായിട്ട് പോലും ഇവരുടെ മെയിൻ ക്യാപിറ്റലിൽ ബാങ്കോക്കിൽ ഇത്രയും സൗകര്യങ്ങൾക്ക് അവർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഡൽഹിയിലില്ലെന്നല്ല പറഞ്ഞത്, പക്ഷേ ഇവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൽ പോലൊക്കെ ഇതുപോലെ കുറേ ടണലൊക്കെ വരേണ്ട സമയം കഴിഞ്ഞു. കാരണം എല്ലാ റോഡിൻ്റെ മുകളിൽ ഫൈബർ വയ്ക്കാം, അണ്ടർഗ്രൗണ്ട് ടണൽസ് നമുക്ക് കുറവാണ്. ഇതൊക്കെ ആലോചിച്ച് തുടങ്ങുന്ന സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാം. പല രാജ്യങ്ങളിൽ പോകുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പുരോഗമിക്കുന്ന സമയം കഴിഞ്ഞു. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്, പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് പുരോഗതിക്ക് വളരെ കുറവാണ്. ഇവിടെ ഇവർ വളരെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല നീറ്റാണ്, ഡിസിപ്ലിനായ ആൾക്കാരാണ്, കുറച്ചുകൂടി ഡിസിപ്ലിനാണ്. കുറച്ചുകൂടി ഡിസിപ്ലിൻ കാണാത്ത എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യൻസ് വന്നിട്ടുള്ള ഡിസിപ്ലിൻ കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കി ആരും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡിസിപ്ലിൻ സൗണ്ട് ഉണ്ടാക്കുന്നില്ല. എല്ലാം വളരെ നോർമലായിട്ടാണ് പോകുന്നത്. നമ്മുടെ ആൾക്കാർ വന്നാൽ ഈവൻ ഡൽഹിയിലായാലും ശരി, എവിടെയായാലും ശരി, പ്രത്യേകിച്ച് മലയാളികൾ സൗണ്ട് കൂട്ടുക, ബേളം വയ്ക്കുക, ഷോ കാണിക്കുക, ഇതൊക്കെ നമുക്ക് മാത്രം പൈതൃകമായിട്ട് കിട്ടിയെന്ന് തോന്നുന്നു. കാരണം ഈവൻ ദുബായി പോയാലും അവിടെ പോയാലും ഇത് കാണാം. ഭയങ്കര ബേളം വെച്ച് വർത്തമാനം പറയുന്നത്, ഫോൺ സംസാരിക്കുന്നതൊക്കെ പ്രത്യേകിച്ച് മലയാളികൾ തന്നെ ആയിരിക്കും. സോ ഇതൊക്കെ മാറ്റേണ്ട ഒരു കാലഘട്ടമായി. ഈ കാണുന്നത് പഴയ ഈ ഒരു സിറ്റിയിലെ ഫോട്ടോസാണ്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഈ ലാസ്റ്റ് ഫോട്ടോ കാണുന്നത് ഇപ്പോൾ ഉള്ള സംഭവമാണ്. ഇപ്പോൾ ഉള്ള സംഭവം കണ്ടറിയാലോ, അടിപൊളിയാണ്. സോ ഇതുപോലെ സ്കൈ സ്കാപ്പേഴ്സൊക്കെ വന്നിട്ട് നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറി. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നേരെ ഈ ടണൽ വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടന്ന് പോകണം. സിയാം മ്യൂസിയം കാണാൻ വേണ്ടി ഞാനീ പോണത്. പോകുന്ന വഴിക്ക് നല്ല വെയിലുണ്ട്. പോകുന്ന വഴിക്ക് നമ്മൾ ഗ്രാൻഡ് പാലസിൻ്റെ ഓരോ ആർക്കിടെക്ചർ ഇങ്ങനെ കാണാം. ഇതെല്ലാം അങ്ങോട്ടേക്കുള്ള എൻട്രൻസുകളാണ്. അതിൻ്റെ മതിൽ തന്നെ ശ്രദ്ധിച്ചറിയാം, മുകളിലൊരു ചെറിയ മൂളം പോലെ ഇരിക്കുന്ന സംഭവം കണ്ടല്ലോ. ഇത് പണ്ടത്തെ സ്റ്റൈലായിരിക്കാം. ഇത് കുറച്ചും കൂടെ ഓൾഡ് ബിൽഡിംഗ്. ഇതൊരു പോസ്റ്റ് ഓഫീസ് കൂടാണ്. ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു പോസ്റ്റ് ഓഫീസായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തായ്ലൻഡിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഓഫീസാണ്. പക്ഷേ ഇതൊരു പഴയ ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത് മാത്രം. ഇതെല്ലാം ഗ്രാൻഡ് പാലസ്. പിന്നെ നമ്മൾ കാണാൻ അതിൻ്റെ ഓരോ സ്ഥലത്തും കുറേ എൻട്രൻസുകളുണ്ട്. കുറച്ച് സ്ഥലത്ത് എക്സിറ്റ് ആയിരിക്കാം. അവിടെ എല്ലാം ഗാർഡുകളുമുണ്ട്. ഗോൾഡൻ പാലസ് പറഞ്ഞ ഒരു ഹോട്ടലാണ് തോന്നുന്നത്. ഗാർഡ്സിനെ കണ്ടാൽ മതി. നമ്മളിപ്പോൾ ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ ഒക്കെ ഗാർഡ്സ് പോലെ തന്നെ അവരിങ്ങനെ ഒറ്റ നിപ്പാണ്, അനങ്ങുപോലും ചെയ്യില്ല. പോകുന്ന വഴിക്ക് കാണുന്നില്ല അവിടുത്തെ രാജാവിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ രാജാവിനെ എല്ലാവരും ആരാധിക്കുന്നു. ഇപ്പം നമ്മൾ സിനിമ കാണാൻ പോയ പോലും ഒരു 2-3 മിനിറ്റ് പുള്ളിനെ ആരാധിച്ചുള്ള പാട്ടൊക്കെ ഉണ്ട്. ഇത് നേവി വൈഫ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ അവരുടെ ബിൽഡിങ്സ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കൊടിയും വെച്ചിട്ട് രാജാവിനെ പടം വെച്ചിട്ട് കാണാം. ഇദ്ദേഹത്തെ പറ്റി കുറേ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം കോവിഡിൻ്റെ സമയത്ത് പുള്ളി സ്വിറ്റ്സർലാൻഡ് കണ്ട് പോയി, തായ്ലൻഡിൽ നിന്ന് ഔട്ടായി പോയി എന്ന് പറഞ്ഞിട്ട്. കാരണം കോവിഡ് പിടിച്ച് പോയി എന്ന് പറഞ്ഞു. പിന്നെ കോവിഡ് കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു വന്ന് പറഞ്ഞു. എനിവേ എന്നിട്ട് ഇങ്ങനെ നല്ല വെയിലത്ത് നടന്ന കാരണം കുറച്ച് കരിക്ക് കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇയാളൊരു കോടാലി കൊണ്ട് കരിക്ക് പൊട്ടിച്ചിട്ട് എനിക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള 8 കാലിയോ പാറ്റയും കണ്ട് വീണപ്പോൾ അതിനെടുത്ത് കളഞ്ഞിട്ട്
പിന്നെ ബാക്കിയുള്ളത് എനിക്ക് തരാൻ വേണ്ടിയാണ് അങ്ങനെ ശ്രമിക്കുന്നത്. ഞാൻ തമാശ പറഞ്ഞാണ് ചെറിയൊരു ഒരു തേങ്ങ കഷ്ണം എടുത്ത് മാറ്റിയെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവരൊക്കെ നീറ്റാണ് ഈ കാര്യത്തിൽ. കംപ്ലീറ്റ് ഐസ് ഇട്ടിട്ടായിരിക്കും വെച്ചിരിക്കുക, തണുപ്പ് വരാൻ തന്നെ. പോകുന്ന വഴിക്ക് ഇവരെന്തോ ചെറിയ കുറേ പോലീസുകാർ നിൽക്കണുണ്ട്, അവരെന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ തോന്നുന്നു. ഇതെല്ലാം ഗ്രാൻഡ് പാലസിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള പോലീസുകാരായിരിക്കാം. ആർക്കിടെക്ചർ ഏതാണ്ട് ചൈനീസ് ആർക്കിടെക്ചറിൻ്റെ ആയിട്ട് നല്ല സാമ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇവിടുത്തെ ഒരു ടെമ്പിളാണ്, ഒരു ബുദ്ധൻ്റെ ടെമ്പിളാണ്. ഇതിൻ്റെ ഉള്ളിൽ തായ് മസാജിനെ പറ്റി കൂടുതൽ പഠിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്നു, പിന്നെ മസാജ് എങ്ങനെ ചെയ്യുന്നുള്ള ഒരു ട്രെയിനിങ് സെൻറ്റർ കൂടിയാണിത്. അപ്പോൾ ഇതിൽ വിദേശികൾക്ക് കയറണമെങ്കിൽ 300 ബാത്ത് കയറാൻ. ഞാൻ പണ്ടിവിടെ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് രണ്ടാമത് കയറേണ്ടെന്ന് വെച്ചു. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി കയറിയതാണ് നിങ്ങളെ. പണ്ടത്തെ യോദ്ധാവിൻ്റെ ഒരു പ്രതിമയാണ് ഈ കാണുന്നത്. ചൈനീസായിട്ട് നല്ല സാമ്യമുണ്ട് ഇവർ കണ്ടു കഴിഞ്ഞാൽ. സോ ഇത് കണ്ടു കഴിഞ്ഞ് ഞാൻ പിന്നെയും തെരുവിൽ നടന്നു പോവുകയാണ്. സോവനൈസ് കുറേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ബുദ്ധൻ്റെ പ്രതിമ, പിന്നെ ഭക്ഷണം, തായ് ഫുഡ് ഫേമസ് ആണല്ലോ. ഇപ്പം നമ്മുടെ ശിവനും വിഷ്ണുവും ഒക്കെ ഇവിടെ രൂപങ്ങൾ കൊത്തിവെച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, പ്ലെയിനിലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വെയിലും കൊണ്ട് നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബോധക്കേട് വരുന്ന പോലെ ഉണ്ട്. ഉള്ള ബോധം കൂടെ പോകുന്നതാണ്. അത് കുറച്ച് ബോധമേ ഉള്ളൂ, അത് തന്നെ ഇപ്പോൾ ഈ വെയിലത്ത് പോകുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം നടന്നു. ഉറക്കമില്ലാണ്ട് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക്, അതും തൈലിൻ്റെ വെയിലെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ചൂടാണ്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഉള്ള ബോധം പോയി ബോധക്ഷയം വരാനും സാധ്യതയുണ്ട്. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ കഴിക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര ആശ്വാസം വരും. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കേക്കാണ്, അത് നമ്മുടെ ഇന്ത്യയിലുണ്ട് ഈ സംഭവങ്ങളൊക്കെ. അങ്ങനെ ഈ നല്ല നട്ടുച്ചയ്ക്ക് നടന്ന് സിയാം പാലസ് സിയാം മ്യൂസിയം കണ്ടു. ഇതാണ് സിയാം മ്യൂസിയത്തിൻ്റെ ഓരോ എൻട്രൻസാണ്. ശരിക്കും മെയിൻ എൻട്രൻസ് ഈ വഴിയല്ല, വേറെ വഴിക്കാണ്. പക്ഷേ നമ്മുടെ സ്വഭാവം മെയിൻ എൻട്രൻസിൽ കയറാണ്ട് വേറെ വഴി കയറുക എന്നുള്ള ഒരു പോളിസി വെച്ചിട്ട് ഇതിനുള്ളിൽ തന്നെ കയറി. ഇത് വേറെ ബാക്ക് സൈഡിലൊരു എൻട്രൻസാണ് ശരിക്കും. അതിൽ കൂടെ കയറി ചിലപ്പോൾ വിശാലമായ അല്ലെങ്കിൽ വിശാലമല്ലാത്ത കുറേ മരങ്ങളും കുറേ ചെടികളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം പോയി കിളികളുടെ സൗണ്ട് ധാരാളം കേൾക്കാമായിരുന്നു ഈ വഴിക്കൂടെ പോയപ്പോൾ. അങ്ങനെ ഞാൻ കയറി ഉള്ളിലേക്ക് എത്തിയപ്പോൾ കുറച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ അവിടെ ഇരിക്കുന്നത് കണ്ടു. തായ്ലൻഡിലെ സ്കൂൾ വിദ്യാർത്ഥികളെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അത് അധികവും പെൺകുട്ടികൾ തന്നെയാണ്. യൂണിഫോം കണ്ടാൽ എനിക്ക് മനസ്സിലായത് ഇവർ അവിടുത്തെ വിദ്യാർത്ഥികളാണെന്നുള്ളത്. എനിക്ക് ഏതെങ്കിലും സ്കൂളിൽ നിന്ന് വന്നായിരിക്കാം, ഒരു സിയാം മ്യൂസിയം വിസിറ്റിന് വന്നായിരിക്കാം. കുറേ വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഇപ്രാവശ്യം. എൻട്രൻസ് ഫീസ് 100 രൂപയാണ്. ഇവിടെ പിന്നെ വിദേശികളുടെ സ്വദേശം വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും 100 രൂപ വെച്ചാണ്. ഇതിൻ്റെ മുകളിൽ കയറി പോകുന്നൊരു വഴിയാണ്. ഇതൊരു സിയാം മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഒരു ക്യാറ്റ് മ്യൂസിയം എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ വന്നപ്പോൾ തന്നെ കാണാൻ പോകുന്നത്. അധികം പൂച്ചകളെ പറ്റിയാണ്. പൂച്ചകളുടെ ഓരോ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് വെറൈറ്റീസ് ഓഫ് പൂച്ചകളെ പറ്റി അതിൻ്റെ ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട്, അവരെ പറ്റിയുള്ള ബുക്കുകളുണ്ട്, പിന്നെ കുറേ ഫോട്ടോസ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഓരോ മൃഗങ്ങളെ പറ്റിയും ഓരോ സ്ഥലം ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അത് രസമാണ്. പൂച്ച പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമായ കാരണം പല ആൾക്കാരെടുത്ത ഫോട്ടോകൾ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. വെറൈറ്റി ഓഫ് ഫോട്ടോസ്. അങ്ങനെ ക്യാറ്റ് ലവേഴ്സാണ് ശരിക്കും ഇവരെല്ലാവരും. പൊതുവെ എല്ലാ ഇവിടെകളിലും ഇവർക്ക് പൂച്ച വളർന്നുണ്ട്. ഇത് മുകളിലത്തെ ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് കണ്ടപ്പോൾ രസം തോന്നി ഞാൻ ലൈറ്റിംഗ് എടുത്തേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു. സിയാം മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ്. ഇത് ഫ്രണ്ടാണ്, ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇതാണ് ശരിക്കും സിയാം മ്യൂസിയം തുടങ്ങുന്ന സ്ഥലം. ലെഫ്റ്റിൽ കാണുന്ന ഈ ഒരു ചെറിയൊരു കട കുറച്ച് രസമുണ്ട് കാണാൻ. അതൊരു വെഹിക്കിൾ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ കാണുന്നത് നമ്മൾ ഈ ഗാർഡൻ ഏരിയ പോലെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ചെറിയൊരു റൗണ്ടിൽ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല നോക്കിയിട്ട്. പക്ഷേ ഒരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് അവിടെ കുറേ ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടു. സോ ഇതൊരു ഓൾഡ് ബിൽഡിംഗ് ആണ് സിയാം മ്യൂസിയം. ഇതിൽ ശരിക്കും തായ്ലൻഡിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. ഹിസ്റ്ററി, പിന്നെ ഇവരെങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു, ഇപ്പോഴത്തെ തായ്ലൻഡ് കൾച്ചറിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഡെപ്പിക്ഷൻ. പിന്നെ ഇവിടുത്തെ രാജഭരണത്തിൻ്റെ കാര്യങ്ങളെ പറ്റി അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ഞാനിത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇവരെ പഴയ ആർക്കിടെക്ചർ ആണെങ്കിൽ ഈ ബിൽഡിംഗ് കണ്ടാൽ മതി. പണ്ടത്തെ തായ്ലൻഡിൻ്റെ ആർക്കിടെക്ചർ ഇങ്ങനെ തന്നെയാണ്. അതും കാണുമ്പോൾ രസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് ഉള്ളിൽ കയറാൻ. പിന്നെ അവർ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു സംഭവം തരും, ഓഡിയോ തരും. നമുക്ക് ഓരോ റൂം കയറുമ്പോഴും അതിൽ ഞെക്കി കഴിഞ്ഞാൽ ഓഡിയോ അറിയാലോ, കംപ്ലീറ്റ് വിവരിച്ച് തരും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും നമ്മുടെ ഹിൽ പാലസ് കയറുമ്പോൾ ഉള്ള പോലെ 2 കോണിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്ക് കയറി പോകണം കാണാം. ഇതൊരു G+2 ബിൽഡിംഗ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറുണ്ട്, സെക്കൻഡ് ഫ്ലോറുണ്ട്. ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. ആക്ച്വലി ഞാൻ ഇവിടെ വന്നപ്പോൾ 100 രൂപയാണ് ടിക്കറ്റ്. എനിക്ക് ഓഡിയോ കിട്ടിയിട്ടുണ്ട്. ഓഡിയോ ഇംഗ്ലീഷിൽ കിട്ടും. അപ്പോൾ അതിനുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത്. ഇത് വെച്ചിട്ട് ഓരോ റൂമിൽ 1, 2, 3 എന്ന് പറഞ്ഞാൽ 1 റൂമിനോട് 1 ചേർന്ന് 1 ഞെക്കിയാൽ മതി. അപ്പോൾ അതിൽ ഇംഗ്ലീഷിൽ നമുക്ക് ഓഡിയോ മുഴുവൻ കിട്ടും.
അങ്ങനെ അതിൻ്റെ ഉൾവശം മുഴുവനും പയ്യെ പയ്യെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ്, കയറി കഴിഞ്ഞാൽ കാശ് വെക്കണം, അതുകൊണ്ട് മാത്രം ഞാൻ അതിൽ വേണ്ടാന്ന് വെച്ചു. പിന്നെ അവിടെ കുറേ സോവനിയറൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ സിയാമേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൾച്ചറലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം എന്നുള്ള മാത്രമേ ഒരു ഉദ്ദേശമുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ടിക്കറ്റ് കൗണ്ടറാണ്, ടിക്കറ്റ് എടുത്തിട്ട് നമ്മളങ്ങ് ഉള്ളിൽ കയറുക എന്നുള്ള മാത്രമേ ഇതിൽ ലക്ഷ്യമുള്ളൂ. ടിക്കറ്റ് എടുത്ത് കയറുക അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും പടികൾ മുകളിലേക്കാണ്. ഇത് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. അപ്പം ഞാൻ ആദ്യം സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോയത്. ഇവിടെ എത്തിയപ്പോൾ ഒരു സെക്കൻഡ് ഫ്ലോറിലേക്ക് അടുത്ത് വരും. കാരണം ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോർ കണ്ടു കഴിഞ്ഞിട്ടേ വരാവൂ. അങ്ങനെ ഞാനങ്ങ് സെക്കൻഡ് ഫ്ലോറിലെത്തി. സെക്കൻഡ് ഫ്ലോറിലെത്തിയപ്പോൾ അവിടെ ഒരു വലിയ ഗാലറി ആയിട്ടുണ്ട്. ആ ഗാലറിയിൽ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് മനോഹരമായൊരു സംഭവമാണ്. ഇത് നമുക്ക് മുകളിൽ നിന്ന് കാണാവുന്നതാണ്. നമ്മളിപ്പോൾ കയറി വന്ന സ്ഥലമാണ്, മുകളിൽ നിന്ന് കാണുന്നതന്നെ കാണുന്നില്ല. നട്ടുച്ചയാണ് സമയം. ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ഫ്ലോറിംഗ് എല്ലാം കണ്ടാൽ അറിയാം, പഴയ ഫ്ലോറിംഗ് ആണ്. പിന്നെ കുറച്ച് ടിമ്പർ ഫ്ലോറിംഗ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഹിൽ പാലസിൽ കയറി വന്ന സ്റ്റേഴ്സ്. അത് ഇവർ ആ വഴിക്ക് കയറാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു വലിയൊരു സംഭവം ഉണ്ടല്ലോ, ഇതൊരു തായ് പണ്ടത്തെ ഡ്രസ്സിങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജാക്കന്മാർ ഡ്രസ്സിങ് ആയിരിക്കാം. ഇത് റൊട്ടേറ്റിംഗ് സാധനമാണ്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും സംഭവം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊരു ഇവിടെ നിന്നാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലത്തുള്ള എല്ലാ ടി വിയിലും ഈ കൾച്ചറിൻ്റെ ഇത് ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് കയറുമ്പോൾ തന്നെ തായുടെ പഴയ ഹിസ്റ്ററിയും കൾച്ചറൊക്കെ പല രീതിയിൽ ഇവർ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് വേറൊരു മുറിയാണ്. ആ മുറിയിലെത്തി കഴിഞ്ഞാൽ മുകളിലും സൈഡിലും ഒക്കെ ഇങ്ങനെ വായിക്കാൻ കുറേ ഉണ്ട്. പക്ഷേ എനിക്കതിന് സമയമില്ലാത്ത കാരണം, സൗകര്യമില്ലാത്ത കാരണം വായിച്ചില്ല. ഇത് പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന റേഡിയോയും സംഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഉപയോഗിക്കുന്നത് തന്നെയാണ്. പിന്നെ ലോക്കലി കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ. പിന്നെ ഇതിങ്ങനെ ഓരോ സംഭവങ്ങൾ നമുക്ക് പഠിക്കാനാണെങ്കിൽ കുറേ ഉണ്ട്. പഠിച്ച് വേണമെങ്കിൽ പോകാമായിരുന്നു, സമയം ഉണ്ടായിരുന്നെങ്കിൽ. അവരുടെ കൾച്ചർ എങ്ങനെയാണെന്ന് നമ്മളെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് സിയാം മ്യൂസിയത്തിൻ്റെ അവരുടെ ലക്ഷ്യം തന്നെ. അത് കുറേയൊക്കെ നമ്മൾ ഈ മ്യൂസിയത്തിൽ കയറിയാൽ നമുക്ക് മനസ്സിലാകും. അതിൽ ഏത് രാജ്യത്ത് ചെന്നാലും നമ്മൾ ആ ഓരോ രാജ്യത്തിനും മ്യൂസിയവും സൂവും കാണാനില്ലായിരിക്കും. ആ സൂ എന്ന് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള മൃഗങ്ങൾ, ലോക്കൽ മൃഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. മ്യൂസിയത്തിൽ പോയാൽ കൾച്ചറൊക്കെ മനസ്സിലാവും. ഇത് വേറൊരു സംഭവമാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തീം കാണുന്നത്. ഇങ്ങനൊരു ഫ്ലാറ്റായിട്ടുള്ള ഒരു ടിമ്പറിൻ്റെ ഒരു ടേബിൾ പോലെ സംഭവമുണ്ട്. അതൊരു കംപ്ലീറ്റ് ഇങ്ങനെ കളം ഇട്ടിട്ടുണ്ട്. ഈ കളം എന്ന് വെച്ചാൽ ഇവിടെ അനൗൺസ്മെൻ്റ് ഉണ്ട്. ഓരോ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഗ്ലാസ് വെച്ചിട്ടുള്ള സാധനം പൊങ്ങി വരും. അപ്പോൾ ആ അനൗൺസ്മെൻറ്റിൽ എന്താണ് പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഉള്ള സംഭവങ്ങളായിരിക്കും ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കാണുന്നത്. ഇത് ഇവരധികം മൊണാർക്കിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്, തായ് കിങ്ങിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അപ്പോൾ അതൊക്കെ ഓരോ സമയത്ത് ഇങ്ങനെ പൊങ്ങി വരും. അത് കാണാൻ നല്ല രസമുണ്ട്. കാരണം ഇത് ഇങ്ങനത്തെ ഒരു ഐഡിയ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നത്തെ മുറിയാണ്. പിന്നത്തെ മുറിയിൽ ഇങ്ങനെ കുറേ സാധനം ഇങ്ങനെ ക്യൂബ്സ് പോലെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വയ്ക്കുന്ന ക്യൂബ്സ് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ വരുന്ന പിക്ചർ അതിനനുസരിച്ചുള്ള പിക്ചർ വരും. അല്ലെങ്കിൽ ക്യൂബ്സ് തെറ്റാണെന്ന് പറഞ്ഞു വരും. അങ്ങനെയാണ് എൻ്റെ സിസ്റ്റം. ഞാനങ്ങനെ കുറേ വച്ച് നോക്കി, പലതും തെറ്റായിരുന്നു. കാരണം തൈരെ പറ്റി എനിക്ക് അറിയില്ലാത്ത കാരണം ചിലതൊക്കെ ശരിയായി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഓരോ ഐഡിയാസ് എനിക്ക് ഇഷ്ടപ്പെടും. ഇവർ പല ഐഡിയാസാണ്. ഐഡിയാസ് കൊള്ളാം. ഇതൊരു വലിയ ടവറാണ് ദൂരെ കാണുന്നത്. പിന്നെ ഒരു ക്ലാസ് റൂമുണ്ട്. ക്ലാസ് റൂമിൽ ടീച്ചർ പഠിപ്പിക്കുന്ന പോലെ ഇവിടെ കുറേ കാര്യങ്ങൾ പഴയ കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അവിടെ ക്ലാസ് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ച് തരും. പിന്നെ കയറിയത് ഇവിടെ ഒരു പ്ലേറ്റൊക്കെ വെച്ചിട്ടുള്ള സാധനമാണ്. ഈ സ്ഥലത്ത് 2-3 ഹോൾസ് ഉണ്ട്. ആ ഹോൾസിൽ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലേറ്റുള്ള ഡിഷ് അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യങ്ങളും വരും. അപ്പോൾ എനിക്കിത് മനസ്സിലായില്ല. ഞാൻ അന്നേരം സംഭവം മനസ്സിലായി, പക്ഷേ ഭക്ഷണ പ്ലേറ്റ് ശരിയായില്ല. ഞാൻ ആദ്യം വേറെ കളർഫുൾ പ്ലേറ്റ് എടുത്ത് വെച്ചു. അപ്പോൾ അത് വെച്ചാൽ ശരിയാവില്ല. കളറില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള പ്ലേറ്റ് ഉണ്ട്. അതിൻ്റെ ബാക്കിൽ ബാർകോഡ് ഉണ്ടായിരുന്നു. ആ ബാർകോഡ് വെച്ചിട്ടാണ് ഇതിങ്ങനെ ഓട്ടോമാറ്റിക് വരുന്നതെന്ന് പറഞ്ഞു. എനിക്ക് അവിടെയുള്ള ഒരാൾ പറഞ്ഞു തന്നതാണ്. അവിടെ തന്നെ ഒരു വിസിറ്റർ പറഞ്ഞു തന്നെയാണ്. കാരണം അതാണ് അവരുടെ ഗുണം. വിസിറ്റേഴ്സ് പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരും. തായ് വിസിറ്റേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വരും. ഇത് അവരുടെ ആളൊന്നുമല്ല. പക്ഷേ ഞാൻ ആദ്യം ഇതാണ് വെച്ചത്. ഇത് വെച്ചപ്പോൾ ഒന്നും വന്നില്ല. കാരണം ഈ ഒരു ഡിഷ് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. ഡിഷ് ഇല്ലാത്ത, അതായത് പെയിൻ്റ് ഇല്ലാത്ത, ഈ ഡിഷിൻ്റെ ഒരു പടമില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള സാധനമാണ് വെക്കേണ്ടത്. ഇതിപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ചുറ്റോട്ട് അത് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പിന്നെ വേറെ എടുത്ത് വെച്ചപ്പോൾ അത് കറക്റ്റായിട്ട് വന്നു. അതൊരു നല്ല രസമുള്ളൊരു കാര്യമായിരുന്നു. ഓരോരോ ഐഡിയ ആണ് ഇതെല്ലാം. ഇതിപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള വെച്ചേക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള വെച്ച് ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. ബീപ്പ് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ബാർകോഡ് ഉണ്ട്. ആ ബാർകോഡ് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലേക്ക് എല്ലാ സാധനവും വരും. എല്ലാം പിക്ചറായിട്ടായിരിക്കും വരിക. ഏത് ഡിഷാണ്, അതെങ്ങനെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതെങ്ങനെ ചേർക്കണം, കുക്കിംഗ് എങ്ങനെയാണ്, ഇതെല്ലാം വരും. അതും ഒരു നോവൽ ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണാത്ത കാരണമായിരിക്കാം. എനിവേ അതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് തന്നെ തോന്നുന്നത്. കണ്ടോ, ഇപ്പോൾ ഡിഷ് വന്നു. ഇത് ശരിക്കും ഇപ്പോൾ കാണുന്നത് ആ വൈറ്റ് പാത്രത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നതാണ്, ഫിലിം വരുന്നതാണ് കാണുന്നത്, അല്ലെങ്കിൽ പിക്ചർ വരുന്നതാണ് കാണുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു, എന്തിൽ നിന്നുണ്ടാക്കുന്നു, എല്ലാ ഡീറ്റെയിൽസും സൈഡിൽ വരുന്നുണ്ട്.
അത് കൊള്ളാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പിന്നെ പോയത് ഇങ്ങനെ അവരുടെ കുറേ ആർക്കിടെക്ചർ സ്റ്റൈൽസ് എന്താണെന്നുള്ളത്, മിനാരങ്ങൾ എന്താണെന്നുള്ളതിൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതും എന്നെ സംബന്ധിച്ച് ഇഷ്ടമായി. കാരണം ഒരു പുതിയൊരു അറിവാണല്ലോ, അത് രസമായിരുന്നു. ഇതൊന്നും ഡീറ്റെയിലായിട്ട് പഠിക്കാൻ എനിക്ക് സമയമില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുള്ളൂ. ഡീറ്റെയിലായിട്ട് എനിക്ക് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ എൻട്രൻസ് തന്നെയുള്ള വലിയൊരു പ്രതിമയാണത്. അതും നല്ല മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ലോകം മുഴുവനും ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ടൂറിസ്റ്റുകൾ ആകർഷിക്കുക എന്നുള്ളതാണ് മെയിൻ. ഇവർക്ക് ഏറ്റവും വലിയ റവന്യൂ കിട്ടുന്ന ടൂറിസം റവന്യൂ തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് ടൂറിസം റവന്യൂ പിന്നെ വരുന്നുള്ളൂ. സോ അതിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിന് ഭയങ്കര അത്യാവശ്യ കാര്യമാണ്. ഇത് പണ്ടത്തെ അവർ ഉപേക്ഷിച്ച ചപ്പലാണ്, നല്ല അടിപൊളി ചപ്പലാണെന്നാണ് പറഞ്ഞത്. ഇത് കണ്ടക്ടേഴ്സിൻ്റെ കയ്യിരിക്കണ പണപ്പെട്ടി, പൈസയുടെ സഞ്ചിയാണ്. സോ റൗണ്ടായിട്ടിരിക്കുന്നത്, സിലിണ്ടറിക്കൽ മോഡലായിട്ട്. ഇത് ഇങ്ങനെ ഒരു ചെറിയ സാധനത്തിനുള്ളിൽ നോക്കുമ്പോൾ കാണുന്നതാണ്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടെടുത്താണ് ഇതെല്ലാം. ഇതിങ്ങനെ അസിറ്റീസ് ഇങ്ങനെ കാണില്ല, ഒരു ചെറിയൊരു ഹോളിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അങ്ങനെ കാണുള്ളൂ. പിന്നെ ഇവരുടെ ഈ ഡെപ്പിക്ഷൻ, ഇവരുടെ ഈ അറേഞ്ച്മെൻ്റ് എല്ലാം നമുക്ക് രസമുണ്ട്. കാരണം ഇതിൽ നിന്ന് കുറേ പഠിക്കാനുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ അറേഞ്ച്മെൻറ്റ് എങ്ങനെ വയ്ക്കാം, അവരുടെ കാര്യങ്ങൾ എങ്ങനെ കാണിക്കുക എന്നുള്ളതൊക്കെ, അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇവരോട് ഭയങ്കര ബഹുമാനം തോന്നി. കാരണം നല്ല രസമായിട്ട് ആകർഷകമായ രീതിയിൽ ലോക്കൽ മെയ്ഡ് സംഭവങ്ങളിൽ അത് ഫ്രെയിം ചെയ്തിട്ട് വച്ചിട്ടുണ്ട്. ഈ വച്ച ആളെ ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം അതിനൊരു പ്രത്യേക കഴിവ് ചെയ്ത ആൾക്കുണ്ട്. അങ്ങനെ തായ് കൾച്ചർ ഇത് വിവരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിൽ ഓഡിയോ ഉണ്ടായിരുന്നു. ഞാൻ കുറേ കേട്ടു, കുറച്ചൊക്കെ മനസ്സിലായി. വിദേശീയരാണ് ഇവിടെ അധികം തന്നെ. തായ് ആൾക്കാർ അധികം വളരെ കുറവാണ്. കാരണം അവർക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഇത് നമുക്ക് ഈ തായ് ഡ്രസ്സാണ്. ഇവിടെ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് നിൽക്കാം. ഇപ്പോൾ ഒരു കൊച്ചു അവിടുത്തെ ഡ്രസ്സ് ഇട്ട് നിൽക്കുകയാണ് കാണുന്നത്. ഞാനും പോയി ഇട്ടിരുന്നു. ഞാനൊരു തായ് യോദ്ധാവിൻ്റെ ഡ്രസ്സ് ഇട്ട് അവിടെ പോയി എൻ്റെയും ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തേക്കിന് നമുക്ക് ഒരു തായ് മനുഷ്യനായിട്ട് മാറാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ കാണുന്ന ഞാനല്ല, ഇതൊരു തായ് യോദ്ധാവാണെന്നാണ് എനിക്ക് പറയേണ്ടി വന്നത്. ഈ ശരിയായ ഞാൻ വേറെ എവിടെയോ നിൽക്കുകയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും, പണ്ട് സലീം കുമാർ പറഞ്ഞ പോലെ. സോ അങ്ങനെ ഡ്രസ് ഇടാൻ പറ്റി. ഇവിടുത്തെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൾച്ചറിലേക്ക് നമ്മളെ ഉൾക്കൊള്ളിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെടും, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഞാൻ ഇന്ന് പോകും.